അതായത് വ്യവസായവൽക്കരണം അതിൻ്റെ ലോകം മുഴുവൻ സാർ പറഞ്ഞുകൂടെ വെച്ചിരുന്നു 19ാം നൂറ്റാണ്ടിൽ വ്യവസായവൽക്കരണത്തിൻ്റെ ഒരു ഇമ്പാക്ട് നമ്മൾ കാണുന്നുണ്ട്. അത് കൊല്ലത്തിലേക്ക് എത്തിയ കാഴ്ചയാണ് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നത്. പാർവതി മില്ലിൻ്റെ സ്ഥാപനം, അതുകൊണ്ട് തന്നെ ഹാരിസൺ ആൻഡ് ക്രൂസ് ഫീൽഡ് HRC എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനി അത് കൊല്ലത്തെ തന്നെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനമായിട്ട് 19ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ആംഗ്ലോ ഇന്ത്യക്കാരനാണ് കൊല്ലത്ത് ആദ്യമായിട്ട് കശുവണ്ടി ഫാക്ടറി സ്ഥാപിച്ചത്. അതിനുശേഷം കശുവണ്ടി വ്യവസായത്തിന്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രധാന വ്യവസായ കേന്ദ്രമായിട്ട് ഒരു ഘട്ടത്തിൽ 19ാം നൂറ്റാണ്ടിൽ കൊല്ലം മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് ഈ സാമ്രാജ്യത്വത്തിന്റെയും അതുപോലെ തന്നെ ഭരണകൂട വർഗത്തിനെയും അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവർ ചെയ്ത പല കാര്യങ്ങളും മാർക്കറ്റുകളിൽ വയലേലകളിലൊക്കെ പ്രസംഗിക്കുന്ന ആളുകളെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ആ പ്രസംഗിക്കുന്ന ആളുകൾ ഇങ്ങനെ പ്രഭാഷണങ്ങൾ നടത്തി നിങ്ങളെ ചാതുവർണ്ണത്തിലേക്കും ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിലേക്കും നിർബന്ധിച്ച് പോയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഭാഷണങ്ങൾ അവർ നടത്തുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് നിസ്സാരമല്ല, നമ്മുടെ രേഖകളിൽ കാണുന്നതല്ല, അതിനപ്പുറത്തേക്ക് നമ്മളെ ഒരു പുതിയ ലോകക്രമത്തിൽ വീണ്ടും നമ്മളെ അടിമവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനം ഈ 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇവിടെ നടന്നിട്ടുണ്ട്. ഇതിനെയാണ് നാം ദേശീയ ആധുനികത എന്ന് വിളിക്കുന്നത്. ദേശീയ ആധുനികത വിഭാവനം ചെയ്തത് ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഇന്ത്യയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ സ്വാതന്ത്ര്യ സമരം രണ്ട് പ്രധാന ധാരകൾ കൂടിയാണ് നീങ്ങിയിരുന്നത്. ഒന്ന്, ഒരു സ്വതന്ത്രമായ ഇന്ത്യ, അതുപോലെ തന്നെ മതനിരപേക്ഷമായ ഇന്ത്യ, എല്ലാ മനുഷ്യരും ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യ, വൈവിധ്യങ്ങളുടെ ഭംഗിയിൽ ഇങ്ങനെ ആനന്ദ നടനം നടത്തുന്ന ഒരു ഇന്ത്യ. അതായിരുന്നു നെഹ്റുവും അതേപോലെ തന്നെ വിപ്ലവകാരികളും ഇടതുപക്ഷ പ്രസ്ഥാനവും ഉദ്ദേശിച്ചിരുന്ന സ്വാതന്ത്ര്യ സമരം. എന്നാൽ അതിന് സമാന്തരമായി ഒരു പുതിയ ഇന്ത്യ, ആ ഇന്ത്യ പഴയകാലത്തെ ആര്യൻ ഇന്ത്യ, വേദങ്ങളിൽ പറയുന്ന ഇന്ത്യ, ചാതുർവർണ്ണത്തിൽ അടിസ്ഥാനമായ ഇന്ത്യ, ബ്രിട്ടീഷുകാരെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ദേശാഭിമാനി വീണ്ടും ജനങ്ങളുടെ കൈകളിലേക്ക് 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ അധികാരത്തിലെത്തിക്കുന്നത്. പത്രത്തിന്റെ പങ്ക് വളരെ വലുതാണ്. 1964 പാർട്ടി പിളർപ്പോടെ ദേശാഭിമാനി CPI-ന്റെ മുഖപത്രമായി. 1964 അവസാനത്തിലും 1965 ആദ്യത്തിലും ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ മറവിൽ നേതാക്കൾ അറസ്റ്റിലായപ്പോൾ പത്രത്തിന്റെ മുഖ്യ ചുമതലക്കാരൻ ജയിലിൽ. ചുരുക്കം പേർ അക്ഷീണം പ്രവർത്തിച്ച് അക്കാലത്ത് പത്രം പുറത്തിറക്കി. 1900 അടുത്ത പത്രത്തിലെ പ്രീ സെൻസർഷിപ്പ് അവർ അനുവദിക്കുന്നത് മാത്രമേ അച്ചടിക്കാൻ കഴിയുള്ളൂ. അവരൊക്കെ അവരുടേതായ പുതിയ ദ്രാവിഡ വിശ്വാസങ്ങളിലും മുൻകാല വിശ്വാസങ്ങളിലും ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരെ ഈ ബ്രാഹ്മണ സിദ്ധാന്തം സെൻസസിന്റെ പണി നടന്നത്. അത് കാരണം സെൻസസ് രേഖ 1977
പ്രതിഷേധത്തിന് അത് കാരണമായി മാറി. നിങ്ങൾക്കറിയാം 1878 ശേഷം തിരുവിതാംകൂറിൽ ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും നായർ വിഭാഗത്തിൽപ്പെട്ടവരും ഈഴവ വിഭാഗത്തിൽപ്പെട്ടവരും അതിൽ താഴെയുള്ള വിഭാഗമെല്ലാം ശൂദ്രജാതിക്കാരാണ് എന്ന ഒരു കണക്കിലാണ് കണക്കാക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ തക്കമ്പി സ്വാമികളും അതിനെ തുടർന്ന് കൊല്ലത്തുണ്ടായിരുന്ന സി കൃഷ്ണപിള്ളയും ഒക്കെ ഇതിനെതിരെ തങ്ങളുടെ എഴുത്തുകളിൽ കൂടി പ്രതിരോധം ഉണ്ടാകുകയും മലയാളി സഭ എന്ന് പറയുന്ന സംഘടനകൾ ഉണ്ടാകുകയും ആ മലയാളി സഭ രാജഭരണത്തിനും ബ്രാഹ്മണമേധാവിത്വത്തിനെതിരെ മലയാളി സംഘടിപ്പിക്കുന്നതും നമുക്ക് കാണാറുണ്ട്. ഇതേ സമയത്ത് തന്നെ ശൂദ്രരായി അവഗണിച്ചുകൊണ്ട് നമ്മളെ ചവിട്ടിപിടിക്കുവാൻ ബ്രാഹ്മണത്വവും സാമ്രാജ്യത്വവും ഒരുമിച്ച് ചേർന്നപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് മുന്നേറ്റം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ഇന്ന് കാണുന്ന ഈ സവർണ ഫാസിസത്തിന്റെ വേരുകൾ എന്ന് പറയുന്നത് സാമ്രാജ്യത്വത്തെ ന്യായീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തെ ന്യായീകരിച്ചുകൊണ്ട് 19ാം നൂറ്റാണ്ടിൽ അവർ ഉണ്ടാക്കിയ തത്വങ്ങൾ തന്നെയാണ് നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷേ അന്നത് വിജയിക്കാൻ സാധിച്ചില്ല. സാധാരണ ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് 19ാം നൂറ്റാണ്ടിൽ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് വിദ്യാഭ്യാസം നേടിക്കൊണ്ട് സംഘടിച്ച് ശക്തരാകാൻ പറഞ്ഞുകൊണ്ട് വ്യവസായം തുറന്നാൻ പറഞ്ഞുകൊണ്ട് പുതിയ ആധുനികതയിലേക്ക് ഈ കൊല്ലത്തെ അടക്കമുള്ള ജനത തിരുവിതാംകൂറിൽ ഉണർന്നിരിക്കുന്നത്. അതുകൊണ്ട് 1878 ശേഷം വായനാ സംസ്കാരത്തിലൂടെ നാം ലോകത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വലിയൊരു അപകടത്തിലാണ് നാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നടന്ന ഒരു വലിയ പോരാട്ടം. അത് ഭൗതികമാണ്, അല്ലാതെ പ്രായോഗികവും കൂടിയാണ്. പ്രിയങ്കാളിയും മറ്റുമൊക്കെ 20ാം നൂറ്റാണ്ടിൽ തുടക്കമിടുന്നത് അത്തരത്തിലൊരു വലിയ മുന്നേറ്റത്തിനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് 21ാം നൂറ്റാണ്ടിനെ നന്നായി മനസ്സിലാക്കാൻ നമുക്ക് 19ാം നൂറ്റാണ്ടിലെ അനുഭവങ്ങൾ, വിവിധ ഇടപെടലുകൾ, അച്ചടി സംസ്കാരം, പുതിയ ധാരാളം പത്രമാസികൾ പ്രസിദ്ധീകരിച്ച് കാണിച്ചിട്ടുണ്ട്. അതെല്ലാം ശേഖരിച്ച് നമ്മൾ വായിച്ചാൽ എന്താണ് സാധാരണ വിഷയമാണ് ജലത്താൽ ചുറ്റപ്പെട്ട ഈ തുരുത്ത്. കേരളത്തിന് ദൈവത്തിന്റെ സ്വന്തം നാടിനെ വീട്ടിരിക്കുന്നു. ഈ തുരുത്തിലെ തമ്മിൽക്കൾക്ക് തൊണ്ടുകൊള്ളുന്ന കാലത്ത് കയ്യിലിരിക്കുന്ന ഇന്നും തുറന്നു പോരുന്ന ഗ്രാമങ്ങളിൽ സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് അതിരുകളില്ലാത്ത ആനന്ദത്തിന്റെ ആഘോഷമാണ്. ആകാശമേഖല കരുണാകരൻ വിശേഷിപ്പിച്ച അഷ്ടമുടിക്കായ വിനോദസഞ്ചാരികളുടെ വേദപുസ്തകമായ ലോക്കൽ പ്ലാനറ്റിൽ വരെ ഇടം പിടിച്ചിട്ടുണ്ട്. 1975 യുനെസ്കോ നീർക്കട സംരക്ഷണവും അവയുടെ സമുദ്ര വിഭവത്തെയും കുറിച്ചുള്ള രാജ്യ കൺവെൻഷനും അന്തർദേശീയ പ്രാധാന്യമുള്ള നീർക്കടയുടെ കൂട്ടത്തിൽപ്പെട്ട ഈ മുന്നേറും ജലാശയങ്ങളുടെ വർഷമഹാഭാരതവും കൊല്ലം ജലോത്സവവുമാണ് വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. ചെറുവള്ളങ്ങളിലൂടെയും അഷ്ടമുടിയുടെ വശ്യ സൗന്ദര്യത്തിലൂടെയും ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. ഭാഗവും ആഴം കുറഞ്ഞ ഭാഗവും സ്ഥിതി ചെയ്യുന്നത് സാമ്പ്രാണിക്കുടിയിലാണ്. അഷ്ടമുടിയുടെ ഹൃദയഭാഗത്ത് അഷ്ടമുടിക്കായലിന്റെ തീരത്തെ ഒരു ചെറുവള്ളമാണ്.
ഇപ്പോൾ എടുത്ത ഫോട്ടോ ഉണ്ടോ? കുഴപ്പമില്ല.